നമസ്കാരം. റെസ്പോൺസ് കേരള ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചേച്ചി, ഇന്ന് കണ്ണൂരിൽ ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ അതിലപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന അഭിപ്രായക്കാരാണ്. എന്ന് വെച്ചാൽ ശാരീരികമായി ആക്രമിക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. വലിയ പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടത് അനിവാര്യമായി നിൽക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം അത്രയ്ക്ക് നീചവും നിന്ദ്യവുമായ പ്രവർത്തനങ്ങളാണ് ആരോഗ്യ മേഖലയുടെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. ഓരോ മനുഷ്യന്റെയും ഓരോ സാധാരണക്കാരനും അവന്റെ കണ്ണ് നഷ്ടപ്പെടുന്നു, കൈ നഷ്ടപ്പെടുന്നു, ഗർഭപാത്രം നഷ്ടപ്പെടുന്നു, കത്രിക തുന്നി വെച്ച് കെട്ടുന്നു. ഇങ്ങനെ എന്തൊക്കെയാണ് ഈ ആരോഗ്യ മേഖലയിൽ നടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത കാര്യമാണ്. ഇതിനെ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഇങ്ങനെ എന്ത് സംഭവം ഉണ്ടായാലും അതെല്ലാം ഒറ്റപ്പെട്ട ആയിരക്കണക്കിന് സംഭവങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ആരോഗ്യമന്ത്രിക്ക് KSU പ്രതിഷേധത്തിനിടയിൽ ആരോഗ്യമന്ത്രിയുടെ കഴുത്തിന് പരിക്കേറ്റു, കൈക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചാരണങ്ങളാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രിയെ KSUക്കാർ ആക്രമിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്. ആ കാര്യം അല്ല, ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നടന്നത് എന്താണ് എന്നുള്ളത്, അതിലെങ്ങനെ ആക്രമണം, അവരുടെ പ്രതിഷേധത്തിനിടയിൽ ആരോഗ്യമന്ത്രി അവരോട് കയർത്ത് സംസാരിക്കുകയും അവരുടെ ഇടയിലേക്ക് ചാടിത്തുള്ളി പോകാൻ വേണ്ടി പോവുകയും പോലീസുകാരാണ് ആരോഗ്യമന്ത്രിയെ പിടിച്ച് ബലപ്രയോഗത്തിലൂടെ മാറ്റിക്കൊണ്ട് വന്നത് എന്ന് ഒരു ദൃശ്യം ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ അതിൽ പറയാൻ കഴിയുള്ളൂ. പൊതുവെ KSUവിന്റെ പ്രതിഷേധങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് കടക്കാറില്ല എന്ന് തന്നെയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അല്ല, ഇതിൽ ആരോഗ്യമന്ത്രിക്കെതിരെ വ്യക്തമായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നടപടി എടുക്കണം, ഒരു സംശയമില്ല കാര്യത്തിൽ. രണ്ടാമത്തത്, ആരോഗ്യമന്ത്രിക്കെതിരെ ഈ വീഡിയോ എന്തെങ്കിലും തരത്തിൽ ആക്രമിക്കുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അത് പുറത്തു വരും. 4 ഭാഗത്തുനിന്നും ക്യാമറകളാണുള്ളത്. അപ്പൊ കൃത്യമായി ദൃശ്യങ്ങൾ ഇനി അധികം വൈകാതെ പുറത്തു വരും. പണ്ടത്തെ പോലെ അത് അറിയാൻ പറ്റാതൊന്നുമില്ല. അതെ, ഞാൻ ചോദിക്കുന്നത്, ആരോഗ്യമന്ത്രിക്ക് ഈ തരത്തിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോഴും അവിടെ ഇതൊരു PR വർക്ക് പോലെ നടത്തുകയാണോ CPM എന്നുള്ളത്? അത്രേ ഉള്ളൂ. CPM എന്ത് ചെയ്യുന്നതിലും അതിൽ PR വർക്ക് തന്നെയാണ്. ഇപ്പൊ സീരിയലില്, സംഗീത പരിപാടികളിൽ, ചാനലുകൾ തുറന്നാല് ഈ ന്യൂസ് ചാനലുകളിലൂടെ മാത്രമല്ല അല്ലാതെയും ഇപ്പൊ സീരിയലിന്റെ ഇടയിൽ കൂടെ പെൻഷൻ കിട്ടിയ കഥ പറയുന്നു, ഈ സർക്കാരാണ് നമുക്ക് തന്നെന്ന് പറയുന്നത്. പിന്നെ സ്കൂളിൽ ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്, പഠിത്തം എല്ലാം ഭയങ്കര കേമമാണ് എന്ന് പറഞ്ഞിട്ട് സംഗീത പരിപാടികളിൽ ജഡ്ജസിനെ കൊണ്ട് കമന്റ് പറയിപ്പിക്കുന്നു. ഇതെല്ലാം അവർ തൊടുന്നതിലെല്ലാം PR മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിലും ഈ ഒരു സാഹചര്യത്തെയും അവർ നേരത്തെ, അതായത് KSUവിന്റെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് നേരത്തെ അറിയാം. അവിടെ എങ്ങനെ നമുക്കൊരു PR സംഘടിപ്പിക്കാം എന്നതിന് ഇവർ നേരത്തെ പ്രിപ്പയർഡ് ആയിരുന്നിരിക്കണം. അപ്പോ ഇത് നമുക്ക് ഈ പറയുന്ന വാർത്തകൾ വെച്ച് വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ വാർത്തകൾ പുറത്തു വരുമ്പോഴും KSUക്കാർ അത് പറയുന്നുണ്ട്, ഇങ്ങനെ ഈ പറയുന്ന രീതിയിലുള്ള അതിക്രമം അവിടെ ഉണ്ടായിട്ടില്ല എന്ന്. കയ്യിൽ ഒരു മുറിവിന്റെ അടയാളമുണ്ട്, പിന്നെ അവർ കഴുത്തിൽ പിടിച്ചിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ KSU പ്രവർത്തകർക്കെതിരെ നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അങ്ങനെ അല്ല, ഇതൊരു PR വർക്കിന് വേണ്ടി അവർ ഈ സംഭവത്തെ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടന്നിട്ടുള്ള ഓരോ സംഭവത്തിനും അവർ മറുപടി ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് കത്രിക ഉള്ളിൽ പോയി 5 വർഷം ഒരു സ്ത്രീ വേദന സഹിച്ച് ജീവിച്ചു. അവർ അത് കഴിഞ്ഞ് അമൃത ഹോസ്പിറ്റലിൽ പോയാണ് അവർ അത് റിമൂവ് ചെയ്തത്. അപ്പൊ ഇത് വാർത്തയായതിനു ശേഷം മാത്രമാണ് അവർക്ക് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കിട്ടിയത്. അല്ലാതെ ആ സ്ത്രീ നേരിട്ട് തന്നെ ഒരു സർക്കാർ ആശുപത്രിയിൽ പോയി വയറുവേദന ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഗ്യാസിന്റെ മരുന്ന് കൊടുത്ത് വിടും. അഥവാ ഇനി അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഡോക്ടറിന് എന്തെങ്കിലും ഉൾവിളി ഉണ്ടായി സ്കാൻ ചെയ്യുകയോ മറ്റോ ചെയ്ത് കത്രിക ഉണ്ടെന്ന് കണ്ടാലും ആ ചികിത്സ പോലും ഇവർ കൃത്യമായി ചെയ്യുമെന്ന് കരുതാൻ കഴിയുമോ? കഴിയില്ല. കാരണം 2023 ഒരു യുവാവിന് കണ്ണ് നഷ്ടപ്പെട്ട ഒരു വാർത്ത ഇപ്പൊ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. മുട്ടുവേദനയുമായി ബൈക്ക് ഓടിച്ച് പോയ യുവാവിന് തിരിച്ച് 2 കണ്ണുകളും നഷ്ടപ്പെട്ട് വരേണ്ടി വന്ന ആ വാർത്ത കേട്ടാൽ മനുഷ്യരായിട്ടുള്ള ഒരാൾക്ക് അത് ക്ഷമിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ക്രൂരമായിട്ടാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ആരോഗ്യമന്ത്രി പറയുന്നത് പുറത്തു വന്നതാണ്. ഇത്രയും പുറത്തു വരുമ്പോൾ പുറത്തു വരാത്ത എത്ര റിപ്പോർട്ടുകൾ ഉണ്ടാവുമെന്ന കാര്യം കൂടി ആലോചിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഈ ആരോഗ്യമന്ത്രി മറുപടി പറയണ്ടേ യഥാർത്ഥത്തിൽ? അല്ല, ഇതില് ചേച്ചി പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഇതിൽ കണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് കേരളത്തിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെ? ഒരുപാട് പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴൊക്കെ നമ്മുടെ ഭരണാധികാരികൾ അവർ ചെയ്യുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടിന്റെ പുറത്തായിരിക്കും പ്രതിഷേധിക്കുക. അത് ഏറ്റവും കൂടുതൽ പ്രതിഷേധിക്കാനുള്ള അവകാശത്തെപ്പറ്റി സംസാരിച്ചതാരാണ്? CPM ആണ്. പക്ഷെ CPM അധികാരത്തിലിരിക്കുമ്പോൾ ഇപ്പൊ കാണുന്നത് എന്താണ്? പ്രതിഷേധം വരുന്ന സമയത്ത് ഈ പറയുന്ന മന്ത്രി വീണ ജോർജ് ചെയ്യുന്ന കാര്യം, ആ കാറിൽ നിന്നിറങ്ങി അവരെ വെല്ലുവിളിക്കാൻ പോകുന്നു. തിരിച്ച് ഈ പ്രതിഷേധം, അതായത് ഈ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് നടന്ന പ്രതിഷേധത്തിൽ
വീണ ജോർജ് പോലീസുകാരെ മാറ്റി നിർത്തി അങ്ങോട്ട് പോവുകയാണ്. കെ.എസ്. യുക്കാരന്റെ അടുത്തേക്ക് നീ അടിക്കടാ, നീ വെളുക്കടാ. പോലീസിന് ഈ പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാനല്ലായിരുന്നു ബുദ്ധിമുട്ട്, മന്ത്രിയെ നിയന്ത്രിക്കാനായിരുന്നു ബുദ്ധിമുട്ട്. അവരിങ്ങനെ പോലീസിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് വാടാ എന്നെ അടിക്കടാ എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് പോവുകയാണ്. അപ്പൊ അവരാഗ്രഹിക്കുന്നു അവിടെ പ്രശ്നം കലുഷിതമാകണം, എന്തെങ്കിലും സംഭവിക്കണം, അത് നമുക്ക് തെരഞ്ഞെടുപ്പിന് ഉപയോഗപ്പെടുത്താം എന്നുള്ള പ്രീ പ്ലാൻഡ് ആയിട്ടാണ് അവരവിടെ ഇടപെട്ടതെന്ന് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ബേസിക് ക്വാളിറ്റി പോലും ഇല്ല എന്നാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഞാനും കുറെ നാൾ ഈ പണി ചെയ്തു തന്നെ മാധ്യമപ്രവർത്തകരോടും വെല്ലുവിളി ഉണ്ടായിരുന്നു. എന്ത് പണിയാണ് അവർ ചെയ്തത്? അതാണ് ചോദ്യം. കാരണം ഒരു മാധ്യമപ്രവർത്തകർ അടിക്കുമ്പോൾ നമുക്ക് ബേസിക് അറിയാം, എന്തായാലും ഒരു പ്രതിഷേധം നടക്കുമ്പോൾ അങ്ങോട്ട് പോയി ഇടിച്ചു കയറാനുള്ളതല്ല നമ്മുടെ ശൗര്യം കാണിക്കേണ്ടത്. നമുക്ക് അറിയാമത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ആൾക്ക് ഇറങ്ങി പോവാം, എത്ര ആൾക്ക് പറയാം. ഇപ്പം ഗവർണർ SFI പ്രതിഷേധത്തിനിടെ നേരെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് SFIക്കാരോട് വെല്ലുവിളിക്കാൻ പോയി. അന്ന് ഈ CPM ആളുകളും ഈ സൈബർ സഖാക്കളും ഒക്കെ എന്താ പറഞ്ഞത്? അത് പറഞ്ഞത് ഈ ഗവർണർക്ക് വിവരമില്ല, ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്, ഇയാൾ ഒരു ഗവർണറാണോ എന്നൊക്കെ ചോദിച്ചു. ഇതേ കാര്യമല്ല ഇന്ന് വീണ ജോർജ് ചെയ്തത്. ഒരു തവണയല്ല, 2 or 3 തവണ വെല്ലുവിളിക്കണം. ഞാൻ അന്ന് വീടിന് മുമ്പിൽ റീത്ത് വെച്ചപ്പോ അവര് പോയോ, ഞാനിത് അവിടെ നിൽക്കുന്നുണ്ട്, കയറി വാടാ. ഈ അതായത് ഒരു മന്ത്രി എന്ന ആ ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്. അതിലുപരി അവരിപ്പോ മാധ്യമ പ്രവർത്തകയായിരുന്നു. ഇതൊന്നുമല്ലാതെ വെറും ഒരു SFI, ഒരു സ്കൂൾ തലത്തിൽ ഒരു SFI പിള്ളേർ തന്നെ ഒരു ആവേശം കയറി വാട ആടിയടാന്ന് പറഞ്ഞ് ചാടി ഇറങ്ങില്ലേ, വെറും ഒരു SFIക്കാരൻ. അപ്പൊ അവൻ എന്തോ ആയി എന്നുള്ള ഒരു വിചാരം വരൂല്ലേ SFIക്കാർക്ക് പൊതുവെ. ആ ഒരു ലെവലിൽ നിന്നാണ് ഇവരുടെ ഈ ഒരു പ്രതികരണം മുഴുവൻ കണ്ടപ്പോൾ തോന്നിയത്. അല്ല, സത്യത്തിൽ അങ്ങനെ ആ രീതിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത്. ഞാൻ ആ വീഡിയോ മൊത്തം കണ്ടു. വീഡിയോ മൊത്തം കാണും ഈ KS യുക്കാർ പോയിട്ട് മന്ത്രിയുടെ കഴുത്തിനടിക്കുന്ന യാതൊരു തരത്തിലുള്ള വീഡിയോ അവിടെ ഇല്ല. ഇത് കൃത്യമായി പോലീസും സർക്കാർ പുറത്തുവിടണം. അതായത് KS യുക്കാർ അടിക്കുന്ന വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുവിടണം. 4 ഭാഗത്തുനിന്നും ക്യാമറകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൃത്യമായിട്ട് അത് പുറത്ത് വിട്ടിട്ട് താക്കണം. ഒന്ന്, പോലീസുകാർ മന്ത്രിയെ നിയന്ത്രിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ KS യുക്കാരെ നിയന്ത്രിക്കാൻ പോലീസിന് വലിയ പ്രശ്നമില്ല, മന്ത്രിയാണ് നിയന്ത്രിക്കുന്നത്. അപ്പൊ അവിടെ സീനിയർ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്, മാഡം പോവരുത് പറയുമ്പോൾ അവരോട് തട്ടിക്കയറുകയാണ്. വനിതാ പോലീസുകാർ ഇങ്ങനെ രണ്ടുപേര് ചേർന്ന് പൂണ്ട് പിടിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവരിപ്പ ചാടി KS യുക്കാരെ ഉപദ്രവിക്കും. അവസാനം രക്ഷയില്ലാതെ CI ആയിട്ടുള്ള പുരുഷ പോലീസ് ഉദ്യോഗസ്ഥൻ കൈവെക്കുന്നുണ്ട് ഇങ്ങനെ മന്ത്രി പോവാതിരിക്കാൻ വേണ്ടി. അവിടെ ആലോചിച്ച് നോക്കണം, ഒരു വനിതാ മന്ത്രിക്ക് മുമ്പിലേക്ക് കൈവച്ച് തടയാൻ പോലീസ് ഉദ്യോഗസ്ഥൻ വെനക്കെടണമെങ്കിൽ അവിടെ ഏത് തരത്തിലുള്ള ഈ പ്രകോപനമാണ് മന്ത്രി സൃഷ്ടിച്ചതെന്നുള്ളത് നമുക്കറിയാലോ. ഇവിടെ ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങേയറ്റം നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. ഈ വെറും തള്ളു മാത്രമേ ഉള്ളൂ എന്ന് ഓരോ പ്രാവശ്യവും ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവിതം വെച്ചാണ് കളിക്കുന്നത്. അതായത് നമുക്കൊരു മരുന്ന് കിട്ടാത്തോ അങ്ങനെയൊന്നും അല്ല, ഒരു മനുഷ്യനെ ഇല്ലാതാക്കി കളിയാണ്. ഗർഭപാത്രത്തിൽ ബുദ്ധിമുട്ട് വരുന്നു, അതുപോലെ തന്നെ ഈ വയറിന്റെ ഉള്ളിൽ കത്രിക, അതുപോലെ തന്നെ ബ്ലേഡ്, സകലമാന സാധനം വെച്ച് തുന്നിക്കെട്ടുന്നു. ഇത് 1-2 പേർക്കല്ലല്ലോ. ഈ കഴിഞ്ഞ ദിവസം മരിച്ച ആളിനെ വിളിച്ചു വരുത്തണം. മരിച്ച ആള് വന്ന് നേരിട്ട് എന്ത് കൊടുക്കണം? തെളിവ് കൊടുക്കണം, വയറിൽ കത്രിക കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട്. ഇത് എത്രാമത്തെ തവണയാണ് ഇങ്ങനെ കത്രിക? പ്രാർത്ഥന ഒരു സഹായം ചെയ്യൂ അവർക്ക്. ആത്മാക്കളുമായി സംവദിക്കുന്ന ആളാണല്ലോ പ്രാർത്ഥന. ആ മരിച്ചുപോയ ആളെ ഒന്ന് വിളിച്ചു വരുത്തി കൊടുക്കുവോ? ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആത്മാക്കളെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ തന്നെ വലിയ പ്രശ്നമാണ്. അപ്പോ എന്താണ് അവര് നമ്മളെ തെറി വിളിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പോകും. അങ്ങനെയാണല്ലോ ഈ ജീവിച്ചിരുന്നപ്പോ ദ്രോഹിച്ച് ഇനിയും വിളിക്കുന്നോടാന്ന് ചോദിച്ച് പ്രാർത്ഥന ആയിരിക്കും. അതെ. പാരാനോർമൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർക്ക് മൊത്തം വലിയ പ്രശ്നമായി മാറും ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കുമ്പോൾ. അത്ര ആളുകളുണ്ടാവും, നമ്മൾ അറിയില്ലല്ലോ. ഇപ്പം ചേച്ചി നേരത്തെ എന്നോട് ചോദിച്ച പോലെ തൃശ്ശൂരിലുള്ള ആ ഒരു ചെറുപ്പക്കാരന്റെ കൃഷ്ണമണി നഷ്ടപ്പെട്ട വിഷയമല്ലേ, ഭയങ്കര എന്ത് ക്രൂരതയാണിത്. ആലോചിച്ച് നോക്കൂ, ഒരു പാവപ്പെട്ട മനുഷ്യന്റെ കൃഷ്ണമണി അവിടെ ഈ ഡോക്ടേഴ്സിനും ഈ നഴ്സിനും ഒക്കെ പറ്റിയ ബുദ്ധിമുട്ടിന്റെ പുറത്ത് ആ മനുഷ്യന്റെ കൃഷ്ണമണി അവർ ഇൻഫെക്ഷൻ വന്നു എന്ന് പറഞ്ഞ് കൂടി ചൂന്നെടുക്കുകയാണ്. അയാള് കയ്യിൽ പ്രശ്നം ഉണ്ടായി എന്ന് അറിയിച്ചിട്ട് പോലും അവരത് റിമൂവ് ചെയ്തില്ല. അതെ, അതാണ് പിന്നെ അത് കൂടുതൽ സിവിയർ ആവാൻ കാരണമായത്. അശ്രദ്ധ തന്നെയാണ്. ആ ഹോസ്പിറ്റലിലെ ജീവനക്കാരുടെ, ഡോക്ടർ ഉൾപ്പെടെയുള്ളവരുടെ അനാസ്ഥ തന്നെയാണ് അയാളുടെ കണ്ണ് നഷ്ടപ്പെടാൻ കാരണം. 2023 സംഭവിച്ചതാണ്. 3 വർഷമായി ഇപ്പോ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിന്റെ പുറത്ത് ആരോഗ്യമന്ത്രിയുടെ PR നാടകമാണ് ഈ നടക്കുന്നതെങ്കിൽ അത് ജനങ്ങൾ തിരിച്ചറിയുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തലയ്ക്ക് കല്ലെടുത്തെറിഞ്ഞ് നെറ്റി പൊട്ടിച്ച് ആ മനുഷ്യനെ ചോരയിൽ കുളിച്ച് അതുവഴി നടത്തിയിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന കാര്യങ്ങൾ നടത്തുന്നത്. ഏറ്റവും വലിയ ആക്രമണ സമരം നടത്തിയത് DYFIയും SFIയും ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രവുമല്ല, അന്നൊക്കെ എന്തിനായിരുന്നു? ഏതെങ്കിലും ഒരു സോളാർ കേസിന്റെ പുറത്തൊക്കെ ഒരു സമരം. ഇന്ന് പക്ഷേ KS യുക്കാർ ഉൾപ്പെടെയുള്ള മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്കാരായിക്കോട്ടെ അവരൊക്കെ നടത്തുന്ന സമരം എന്ന് പറയുന്നത്, ഇപ്പോൾ BJPയുടെ ആൾക്കാർ സമരം നടത്തുന്നുണ്ട്, മറ്റ് പല ആളുകളും സമരം നടത്തുന്നുണ്ട്. ഇവരൊക്കെ നടത്തുന്നത് ആളുകൾ
മരിച്ചു വീഴുന്നതിനെതിരെയുള്ള സമരമാണ്. അതെ. കാരണം ഓരോ മനുഷ്യനും കൃഷ്ണമണിയും കണ്ണിന്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ട് ജീവിക്കുന്നത് ഈ AC കാറിൽ പോകുന്ന മന്ത്രിമാർക്കും ഈ പറയുന്ന ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. ആ മനുഷ്യന്റെ നീതിക്ക് വേണ്ടി ഈ DYFIക്കാരോ SFIക്കാരോ പ്രതികരിക്കാത്ത എന്താ? 5-6 വർഷമായി ഹർഷന എന്ന് പറയുന്ന യുവതി വയറിൽ കത്തിരി കുടുങ്ങിയിട്ട് നീതിക്ക് വേണ്ടി നടക്കുകയാണ്. ആ യുവതിക്ക് എന്തെങ്കിലും ഒരു ചികിത്സ സഹായം ലഭ്യമാക്കാൻ ഇന്നേ വരെ സർക്കാർ തയ്യാറായിട്ടില്ല. എന്നിട്ട് അവരെ തെറിവിളിക്കുകയാണ് സൈബർ സഖാക്കൾ. കൈ നഷ്ടപ്പെട്ട ഒരു കുട്ടി നമുക്ക് മുന്നിലുണ്ട്. അതെ, അന്ന് അത് VD സതീശനാണ് ഇടപെട്ടത്. ആലോചിക്കണം. ഈ തരത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരണം. മാത്രമല്ല, ഞാനിത് ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇത് ഒരു സുവർണാവസരമാക്കിയെടുത്തൊരു PR നാടകം കളിക്കാൻ തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. തീർച്ചയായും.